ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കശ്മീരിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലളിതാദിത്യൻ എന്നാണ്. ഒരു രാത്രിയിൽ അദ്ദേഹം മദ്യപിച്ചു കൊണ്ടിരിക്കെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം അദ്ദേഹം മന്ത്രിമാരെ അറിയിച്ചു. തൻ്റെ രാജ്യത്തുള്ള ഒരു ഗോപുരം പൊളിച്ചു മാറ്റാനാണ് അദ്ദേഹം മന്ത്രിമാരോട് പറഞ്ഞത്. ഉടൻ തന്നെ മന്ത്രിമാരും മറ്റുള്ളവരും അദ്ദേഹം പറഞ്ഞ ആ സ്ഥലത്ത് പോയി വൈക്കോൽ കുന തീയിട്ട് കത്തിച്ചതിന് ശേഷം പറഞ്ഞു, ഞങ്ങളത് ചെയ്തിരിക്കുന്നു എന്ന്. പിറ്റേ ദിവസം രാവിലെ ഉണർന്ന ലളിതാദിത്യൻ മന്ത്രിമാരോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ ആ കാര്യം നിങ്ങൾ ചെയ്തോ എന്ന്. മന്ത്രിമാർ പറഞ്ഞു, അങ്ങുന്നേ, ഞങ്ങളത് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് രാജാവ് പറഞ്ഞു, ഞാൻ രാത്രിയിൽ അത് മദ്യപിച്ചെടുത്ത ഒരു തീരുമാനമാണ്, ആ തീരുമാനം തെറ്റാണെന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ മന്ത്രിമാർ പറഞ്ഞു, ഇല്ല അങ്ങുന്നേ, ഞങ്ങൾ അവിടെ കത്തിച്ചത് വൈക്കോൽ കുന മാത്രമാണ്, ആ ഗോപുരം ഞങ്ങൾ തകർത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ലളിതാദിത്യന് സന്തോഷമാവുകയും തൻ്റെ മന്ത്രിമാരെക്കുറിച്ച് പുകഴ്ത്തി പറയുകയും ചെയ്തു. ഈ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലളിതാദിത്യനാകാൻ നരേന്ദ്രമോദിയും അമിത്ഷയും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. മറിച്ച് മന്ത്രിമാരാകാൻ രാജ്യത്തെ 90% ജനങ്ങളും തയ്യാറാകുന്നു എന്നുള്ളതാണ് ശരി. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ മഹാപ്രഖ്യാപനം പൗരത്വ ഭേദഗതി നിയമം, അമിത്ഷയും നരേന്ദ്രമോദിയും അത് മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ അതനുസരിക്കാൻ BJP അനുകൂലികളായിട്ടുള്ള മിതവാദികളായ ഹൈന്ദവ സമൂഹം തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് കേരളത്തെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ. കേരളത്തിൽ കുറച്ച്, അതായത് 10-15% വരുന്ന ഹിന്ദു സമൂഹം മാത്രമാണ് BJPയോട് ഒരു അനുകമ്പ കാണിക്കുന്നുള്ളത്. പക്ഷേ ഈ 10-15% നിന്ന് 10% BJPയോട് കൂറു പുലർത്തുന്ന ഹിന്ദു സമൂഹം മാറി നിന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. നമുക്കറിയാവുന്ന വിഷയമാണ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം, ചൗക്കിദാർ ചോർ ഹേ. അത് വലിയ രീതിയിൽ പ്രചരിച്ചപ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും അതിനെ പൊളിക്കാൻ മറ്റൊരു മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്നു, ഹംബി ചൗക്കിദാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിൻ്റെ ചൗക്കിദാർ ചോർ ഹേയെ പൊളിച്ചെഴുതാൻ ഹംബി ചൗക്കിദാറിന് സാധിച്ചു എന്നുള്ളത് ശരിയായ കാര്യമാണ്. അത് കഴിഞ്ഞ് NRC വിഷയത്തിൽ റിജക്റ്റ് CAA NRC എന്നുള്ള രീതിയിൽ വന്നു. പക്ഷെ അതിനെ പൊളിച്ചെഴുതാൻ മുന്നോട്ട് വന്ന നരേന്ദ്രമോദിക്കും കൂട്ടർക്കും കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. അവർ മുന്നോട്ട് വെച്ചു സപ്പോർട്ട് CAA, അതായത് ഞാൻ അനുകൂലിക്കുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ എന്നുള്ളതാണ്. പക്ഷേ അത് 8 നിലയിൽ പൊട്ടി. അതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്ത് മതേതരത്വത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. ആ പ്രസക്തിയെ അങ്ങനെയൊന്നും ഇല്ലാതാക്കാൻ BJPക്ക് സാധിക്കുകയില്ല. കേരളത്തെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു വിശദീകരണ യോഗം എന്നുള്ള രീതിയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ജനജാഗ്രതാ സദസ്സ്. എന്നാൽ ഈ ജനജാഗ്രതാ സദസ്സിലേക്ക് BJP അനുകൂലികളായിട്ടുള്ള ഹിന്ദു സമൂഹം, അതായത് ഹിന്ദു സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാവരുമല്ല, അവരോട് കൂറു പുലർത്തുന്ന ഹിന്ദു സമൂഹത്തിൽ 90% ആളുകളും മാറി നിന്നു എന്നുള്ളതാണ് സദസ്സുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. കാസർഗോഡ് ജില്ലയിൽ കെ സുരേന്ദ്രൻ നടത്തിയ ഒരു പരിപാടിയിൽ 10-15,000 വരുന്ന ആളുകളെ BJP പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ എത്തിയത് വെറും 1000-ന് അകത്തുള്ള ആളുകൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പരാജയത്തിലേക്ക് BJP പൗരത്വ ഭേദഗതി നിയമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ലളിതാദിത്യനെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹം ഒരു രാത്രിയിൽ മദ്യപിച്ചെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരോട് പറഞ്ഞപ്പോൾ അത് നടപ്പിലാക്കാതിരുന്ന മന്ത്രിമാരെയായിട്ടാണ് രാജ്യത്തെ പൊതുജനങ്ങളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലവരായിട്ടുള്ള ഹൈന്ദവ സമൂഹം അവർ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് പറയുന്നു, മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന്. അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി BJP നേരിട്ട് കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ശ്രമങ്ങളുമായി
കേരളത്തിൽ എന്തായാലും ഇവർ മുന്നോട്ട് വരില്ല എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യമാണ് ജനജാഗ്രതാ സദസ്സിലെ ആളുകളുടെ കുറവ് വ്യക്തമാക്കുന്നുള്ളത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള കള്ള നാടകങ്ങൾ കേരളത്തിൽ വില പോവില്ല എന്ന് BJPയോട് കൂറു പുലർത്തുന്ന ചില ഹൈന്ദവർ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.